الآفات والنقمة ومن هم ومن أمة لأهل البديل يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله يا ربي صل على النبي محمد منجي الخلائق من جهنم في يدي الله بركة ചെയ്യട്ടെ വിഷമങ്ങളല്ല തരാതൊക്കട്ടെ ഒത്തിരി പേർക്ക് ഇന്ന് ദുനിയാവില് വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് സന്തോഷത്തോടെ കഴിയാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. നിങ്ങളൊക്കെ ഒരു വയലിൽ വെച്ചത്ര ഒരാളെ കിട്ടുമോ? നിങ്ങൾ പറയും. ഒരു വയലിൽ വെച്ചത്ര ഒരാളെ കിട്ടുമോ? കിട്ടൂല. കിട്ടുമോ? നിങ്ങൾ പറയും. എന്നാൽ 6 വർഷമായിട്ട് കുടക്കാട് എന്നും ഇങ്ങനെ തന്നെ. 6 വർഷമായിട്ട് കുടക്കാടെന്നും അള്ളാഹു എല്ലാവർക്കും അള്ളാഹു പരിപൂർണ്ണ കാമില ശിഫ അല്ലാഹു ഇരിക്കാൻ ഒരു കസാല പോലും ഇല്ല അല്ലേ? ഒരു കസാല, എൻ്റെ ഓർമ്മ ശരിയാണ്, 10-700 കസാല ഇവിടെ ഉണ്ട്. ഒരു കസാല പോലും ഇരിക്കാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കട്ടതകളും കട്ടപ്പാടുകളൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ. ഇൻഷാല്ലാഹ് ഫضല് പറയാൻ സ്വർണം കൊടുന്നോര് ഒക്കെ ഉണ്ടെങ്കിൽ വന്നു അവിടെ നിന്ന്. ഓട്ടീസം ബാധിച്ചൊരു കുട്ടിനെ കൊടുത്തു. എവിടെ സ്ഥലം? പാണ്ടിക്കാട്. മാഷാ അല്ലാഹ്. പാണ്ടിക്കാട് നല്ല ഫضലാണല്ലോ, എല്ലാം കൂടെ ഖൈറാപ്പാണ്. ഇന്നിപ്പോ ഒരു പാണ്ടിക്കാട് ഫضലെത്തി. എത്ര 5 വർഷമായിട്ട് മകന്റെ ഒരു വിവരമില്ല. 5 വർഷമായിട്ട് മകന്റെ ഒരു വിവരമില്ല. അൽഹംദുലില്ലാ അമ്മ പറ വന്നു, ഇതുപോലെ ദുആയിൽ പങ്കെടുത്തു. ആ മുഖം മിന്നാന്നിട്ട് കയറി വരുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇമ്മാന്റെ ആങ്ങളന്റെ കുട്ടി ഓട്ടീസം ബാധിച്ച് ഭയങ്കര കരച്ചിലാണ്. ഇവിടെ കുറഞ്ഞല്ലേ? അൽഹംദുലില്ലാ അപ്പൊ കരച്ചിലൊക്കെ മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ശിഫ അല്ലാഹു കൊടുക്കട്ടെ അല്ലേ? അല്ലാഹു അവരൊക്കെ തരുമ്പോ നിങ്ങൾ 100 രൂപ എനിക്ക് തരുമ്പോ അതിൽ 500 ഒരു 5 പൈസന്റെ ഉപകാരം നിങ്ങൾക്ക് വേണം അല്ലേ? നല്ലൊരു നമ്മളെ കഴിച്ച നമ്മളെ മേത്ത് പിടിക്കുള്ളൂ അല്ലേ? അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊന്നുമോൾക്ക് അല്ലാഹു ഇനിയും ആഫിയത്തും ആരോഗ്യം അല്ലാഹു കൊടുക്കട്ടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് തക്ബീർ ചൊല്ലും. ഞാൻ ആരല്ലത് എവിടുന്ന്? പാലക്കാട്. പറയും എന്തുണ്ടാവും? അപസ്മാരം. ഈ കുട്ടിക്ക് 1.5 വയസ്സാണ്. ഒരു ദിവസം 3 വട്ടം അപസ്മാരം ഉണ്ടാവും. വർത്താനം പറയല്ലടോ പ്ലീസ്, വർത്താനം പറയല്ലടോ. എങ്ങനെ ഇന്ത്യയിൽ വർത്താനം പറയുന്നത്? കാരണം മലയാളി നമ്മള് അതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. ഓലിക്ക് അതൊന്നും പറഞ്ഞു ഓലാ ഇന്ത്യ പറഞ്ഞ മനസ്സിലാവില്ല. എന്നിട്ട് 9 വയസ്സായി പൊന്നുമോനിക്ക് അപസ്മാരായിരുന്നു. ഒരു ദിവസം 3 തവണ ഉണ്ടാവും. എന്നെ വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. സ്കൂളിലൊക്കെ വീണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ ഒരു കുഴപ്പമില്ല. അവിടെ കുറഞ്ഞു ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എവരിത്തിങ് ഓക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് മാറി അല്ലാഹു തരട്ടെ. ഇനി ഡോക്ടർമാര് മരുന്ന് കൊടുക്കണം. ഡോക്ടർമാര് മറ്റേ മരുന്ന് കുടിച്ചാൽ എന്ത് ചെയ്ത് 3 വട്ടമൊക്കെ ഒരു ദിവസം. കണ്ണേറ് വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് അറിയട്ടെ, കണ്ണേറ് സത്യമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പോ ഡോക്ടർമാരെ കാണിച്ചു, മരുന്ന് കൊടുത്തു, 4 കുക്കും 3 വട്ടം ഇവിടെ വന്നു. കണ്ണേറ് ബാത്തിലാക്കി പിന്നെ മരുന്ന് കൊടുത്തതിന് ശേഷം ഇവരെ കുട്ടി വീണിട്ടില്ല. ഇനി ആരോ അല്ലാഹു കൊടുക്കാതെ ഒരു അടുത്ത ആള് ഇനിണ്ടാ? ആ പറ. പാണ്ടിക്കാട് ഗ്രൂപ്പിൽ നിന്നാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്നിരുന്നു. സ്വന്തം മോനിക്ക് രക്തം പറ്റ കുറവായിരുന്നു. അപ്പൊ ഡോക്ടർമാരൊക്കെ എങ്ങനെ ഈ കുട്ടി നടക്കണേ പറഞ്ഞിട്ട് ഒരുപാട് ടെസ്റ്റുകൾക്ക് തന്നിരുന്നു. അത് കണ്ടുപിടിച്ചിട്ട് രക്തം കയറ്റുമൊക്കെ ചെയ്യേണ്ടിരുന്ന പറഞ്ഞത്. തങ്ങളിപ്പോ റിസൾട്ടിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പൊ രക്തം വലിയ പിന്നെ കൗണ്ട് പ്രശ്നം വലിയ ബുദ്ധിമുട്ടാ ഡോക്ടർമാര് പറഞ്ഞത്. റിസൾട്ട് കിട്ടിയപ്പോ ഡോക്ടർമാരൊക്കെ അത്ഭുതപ്പെട്ടു. കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ചെറിയ അയണ് കാൽസ്യത്തിന്റെ. കുട്ടിക്ക് എപ്പോഴും രക്തം കയറ്റി വെക്കാനൊക്കെ ഡോക്ടർമാര് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു ടെസ്റ്റ് ചെയ്ത് ഇവിടെ വന്നിരുന്നു. അൽഹംദുലില്ലാ ഇവിടെ വെച്ച് പറഞ്ഞ ഒന്നും ഉണ്ടാവൂല. അൽഹംദുലില്ലാ ഒന്നുമില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യം അള്ളാഹു കൊടുക്കട്ടെ, ഒരു രോഗവും അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. അതൊക്കെ ഈ സ്വലാത്തിന്റെ പവറാണ്. ഇനി കുട്ടിക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അള്ളാഹു ഇത് പാരൊക്കെ പൈസ അത് മജ്‌ലിസുക്കാണ്, ഇത് യതീമക്കൾക്ക്. മജ്‌ലിസുകാരനാല് മലിച്ചു തരരുത്. ഞാൻ ദ്വാരക്കാൻ ഞാൻ വേണം, കണ്ണീർ വാത്തിലേക്കാൻ ഞാൻ വേണം, വിഷമം കേൾക്കാൻ ഞാൻ വേണം, ഇവിടുത്തെ കഞ്ഞി കുടിച്ചത് ചായ ഒന്നും ഒന്നിച്ചതല്ല. ഞാൻ വെറുതെ പറഞ്ഞു അള്ളാഹു ബർക്കത്ത് യതീമക്കളൊക്കെ കഴിച്ചത്. അത് ഞാനില്ലല്ലോ. എന്റെ വലിയ മോൾക്ക് അലർജിന്റെ പ്രശ്നം കാരണം ഏതു നേരം ചുണ്ട് വീങ്ങായിരുന്നു. ഇവിടെ അതും മാറി. ഇപ്പൊ ഇടക്കിടക്ക് അള്ളാഹു ബർക്കത്ത്. കട വെക്കാനാ ഇപ്പൊ വിറ്റു, മകൾക്ക് ജോലിയും കിട്ടി, കടയും വിറ്റു. അള്ളാഹു ബർക്കത്ത് കേട്ടോ. ഇനി ആർക്കൊന്നും പറയല്ലോ. കഴിഞ്ഞില്ലല്ലോ. ഇതെന്താ അതൊന്നും ഇപ്പൊ വാങ്ങൂല കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും ഒരു തക്ബീർ. കാക്ക അവിടെ പോയിരിക്കും. അതിൽ പറയാനാ എന്റെ ആരെ പേര് നബീസാത്തവിടെ എന്ത് പറഞ്ഞു പറഞ്ഞാണ്. ഒരു ദുആ അല്ലെങ്കിൽ ഒരു തക്ബീർ കിട്ടുന്ന വലിയ ഹൈറാണ്. നിങ്ങള് ഭാഗ്യം രണ്ടിടക്ക് ചോറ് തരുമല്ലോ. അപ്പൊ പെണ്ണുങ്ങൾക്ക് വസ്തുവാസം എത്തരേ. അപ്പൊ പിന്നെ 2 വട്ടം കുറെ വട്ടം നിസ്കരിച്ചോ? ചെയ്ത തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ പറയാം കാക്കക്ക് 2 വട്ടം ചോറ് കൊടുക്കും. ഒരു വട്ടം അൽഹംദുലില്ലാഹ് റാഹത്താണ്. ഇവിടെ വന്നീനോ? എവിടെ താത്ത എവിടെ? നിങ്ങൾ ഇവിടുന്ന വരുന്നേ? ഇതെന്താ സ്വർണം? ഇതെന്തേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ മകന് കരയരുത്. അള്ളാന്റെ മുന്നിലല്ലാതെ ഒരു വാപ്പാന്റെ ഒരു മോതിരം. മകനെ 30 കൊല്ലായി കല്ല് കുടിച്ച് തമ്മാടി നടക്കുന്നു. അമ്മ ഇവിടെ വന്നു. അൽഹംദുലില്ലാഹ് പെണ്ണു മോന് നന്നായി. അപ്പൊ അതിന് സമ്മാനമായിട്ട് യതീമക്കൾക്ക് അല്ലെ അല്ല എന്നോട് സ്നേഹമൊന്നുമില്ല. ആ യതീമക്കൾക്ക് ഒരു മോതിരം അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇനി കുടിക്കേണ്ട കൽബ് അള്ളാഹു കൊടുക്കാതെ നിങ്ങളെ കണ്ടിട്ട് ഉള്ളിൽ നിന്ന് തന്നാൽ മതി. അതൊരു ബർക്കത്ത. എന്നിട്ട് പോവാൻ കേട്ടോ. ഇതൊക്കെ കൈ പിടിച്ചോളൂ. ഇത് ഇതന്നെ മാറിയോ? നിങ്ങൾ ചോറുമുണ്ട് ഒരാച്ചായ. നിങ്ങളെ ഭാഗ്യം. കാരണം എന്താ വെച്ചാൽ നിസ്കരിച്ച ഓതിയന്നെ ഓതുക. അപ്പൊ ചോറ് കൊടുത്ത പിന്നെ കൊടുക്കാൻ ഉണ്ടാവില്ല. അത് തരാതെ മാഷാ അല്ലാഹ്. രണ്ടാമത്തെ മോന് MBBS കഴിഞ്ഞ് PG കിട്ടി നല്ല ഡോക്ടറായിട്ട് അള്ളാഹു ഭഗന്തനാക്കട്ടെ. അള്ളാഹു നല്ലൊരു തക്ബീർ ചൊല്ലിയ ആ തക്ബീർ ഇൻഷാ അല്ലാഹ് പറയും മണിക്കല്ലേ. മകനെ 8 കൊല്ലായി പണിയൊന്നുമില്ല. തേരാപ്പാല നടക്കുന്നു. ഇപ്പൊ പണിക്ക് പോയി ജോലി. മാഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത്. ജോലിയൊക്കെ റെഡി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പോലിക്ക് വേണ്ടി ഒറ്റ തക്ബീർ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു